അപ്പോൾ മുകളിലത്തെ ഗ്രോട്ടോയിൽ പോയി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ് നമുക്ക് പച്ച പരവതാനി പോലെ ഈ തേക്കും കൂട്ടില് ഈ പടിഞ്ഞാറെന്നുള്ള വീടും കൂടെയാണ് നല്ല ഭംഗിയല്ലേ. ഇൻസുലിൻ പ്ലാന്റ് ഇപ്പം വലിയ വനം പോലെ ആയിപ്പോയി. അതെ. ഇപ്പൊ എന്തിനാന്നറിയാവോ? നമുക്ക് ഗ്രോട്ടോയ്ക്ക് മാതാവിനും വിശ്വസിക്കാൻ പറ്റണം. നല്ല ഭംഗിയല്ലേ ഈ ചെമ്പരത്തി കാണാൻ? അല്ലേ? അടിപൊളിയല്ലേ? സൂപ്പർ. പ്രകൃതി ഭംഗിയാണല്ലോ. കായില്ലാത്ത സമയമില്ലല്ലേ? കൂടിയും കുറഞ്ഞു ഇരിക്കുമെന്ന് മാത്രം. വൃത്തികൾ മഴയാകുമ്പോഴത്തേനും കൂടുതലാവും. അവല മാങ്ങയൊക്കെ പറിച്ചെന്ന് തോന്നുന്നു. കുറച്ചുണ്ടെന്ന് തോന്നുന്നേ. ഉപ്പിലിടാനൊക്കെ ഇപ്പൊ പഴുത്തു പോയി കഴിഞ്ഞാൽ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. അച്ചാറിനൊന്നും പറ്റിയല്ലോ. ഏതാ ഇതല്ലേ? ഏഴിലമ്പാല. ആ അതല്ലേ, ഇപ്പം കുറവാ. അതെല്ലാം വെട്ടി കളഞ്ഞിട്ടോ. കാട്ടുവാഴയാ ഇതാ? കണ്ടു കഴിഞ്ഞാൽ ഞാലിപ്പൂവനാന്നേ തോന്നുള്ളൂ. ഇലക്കൊരു വൃത്തി. നല്ലൊരു മരുന്ന് ഇതേ. ഇത് തണുപ്പെടുത്തിട്ട് കാലും കൈയൊക്കെ മുറിയുവാണെങ്കിൽ ഇത് തണുപ്പെടുത്ത് തിരുമ്മി വെച്ചാൽ മതി കേട്ടോ. നല്ലപോലെ ചോര നിൽക്കും, പെട്ടെന്ന് ഉണങ്ങും കാലും കൈയൊക്കെ മുറിവൊക്കെ. ചേട്ടൻ കടയടച്ചു. തെങ്ങും എല്ലാം കിട്ടിയല്ലോ. ഇവിടുന്ന് പൈതൽമലയ്ക്ക് 3.5 കിലോമീറ്റർ. ഇനി 3 കിലോമീറ്റർ ഉള്ളൂ. ഇതൊരു ആനി. ആനിച്ചക്ക ഉണ്ടായി കിടക്കുന്നത്. വലിയ മരവാ. പറിച്ചു വെച്ചാല് പറിച്ചു തിന്നാ നല്ലത്.
പറിക്കണം. പറിച്ചിട്ട് നമുക്ക് അതിൻ്റെ കുരു വറുത്ത് തിന്നാലും നല്ലതാണെന്ന് പറഞ്ഞു. നമ്മുടെ എയർ ഫ്രൈറിന് വെച്ച് വറുത്താൽ നല്ലതായിരിക്കും അല്ലേ? കടല വറുക്കുന്നത്. നല്ല ഒരു കാളിപ്പന കൊളിച്ച് നിൽക്കുന്നു. കാളിപ്പനയോ? ആ, കള്ളിയെത്തുന്ന വലയാണ്. ഏതാ? അതിന്റെ കൊരയിൽ നിന്നാണ്. അതാണോ? അതാണോ കള്ളെടുക്കുന്നത്? അതാണോ കാണുന്നത്? അതാണ്. അതെ 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 അതെ. കിട്ടി. നല്ല ഭംഗിയില്ലേ? നോക്കി പൂവ്. ഈ ഇലയും ഭംഗിയുണ്ടല്ലേ? ചെടിയാല്ലേ? നല്ല രസമുണ്ട് ഈ പൂവ് കാണാൻ. അടിപൊളി. സൂര്യകാന്തിയാ അല്ലേ? മഞ്ഞ കളറ്. ഓ അടിപൊളി. നമുക്കിതിൻ്റെ ഒരു ഇത് കൊണ്ട് നടണം അല്ലേ? ഒരെണ്ണം നടണം അല്ലേ? നല്ല ഭംഗി. 2-3 ഇതളുള്ളത് എല്ലാം പോയി ശ്രദ്ധിക്കാതെ. രസമുണ്ടല്ലേ ഇപ്പോൾ കാണാൻ? അടിപൊളി. നല്ല ഭംഗിയാല്ലേ? റോഡിന്റെ സൈഡ് ഫുള്ള് മഞ്ഞയില്ലയോ? വണ്ടി വരുന്നുണ്ട് വീടിന്റെ മുറ്റത്തൊക്കെ. കാറ്റാടി മരമാണോ കേട്ടോ അത്? അത് എന്താ പച്ചപ്പ് അവിടെയൊക്കെ അല്ലേ? അതാ പക്ഷേ വൈദ്യുതമല. ഏത്? അതോ? അവിടെയാണോ? അതാ വൈദ്യുതമല. പേര് കാരണം ഒന്നും കാണുന്നില്ല. നോനിപ്പഴം. പഴമായി തന്നെയുണ്ട്. നോനിപ്പഴം. ഓ, സ്റ്റാർ ഫ്രൂട്ട് അല്ലേ അത്? എന്റെ അമ്മോ, നിറച്ച് കിടക്കുക അല്ലേ? ഇല ഭംഗിയല്ലേ? ഫ്രൂട്ട് പറിക്കാൻ മുഴുവൻ പൊഴിഞ്ഞ് കിടക്കും അതുമല്ലേ? അത് മുഴുവൻ പൊഴിഞ്ഞ് കിടക്കും. എന്തോരോ സ്റ്റാർ ഫ്രൂട്ട്. മുകളിലോട്ടല്ലേ? കമ്പും കൊണ്ട് ഇതുണ്ടോ ഓർമ്മ ഇരിക്കുന്നത്? നമ്മൾ പണ്ട് കമ്പനി കുത്തി എല്ലാം തന്നെ. നോനി ഭയങ്കര ഔഷധയോഗ്യമായ പഴമാണ് നോനിപ്പഴം. ഇത് ഉണക്കി പൊടിച്ച് കായ അപ്പന് നമുക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കണം. ജ്യൂസ് അടിച്ചല്ല, കച്ചി കുടിച്ചാൽ നല്ലതാണ്. ഭയങ്കര ആരോഗ്യദായിനിയാണ്. ഇത് നമുക്ക് ജ്യൂസ് അടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സ്റ്റാർ ഫ്രൂട്ട് കുറേ ഉണ്ട്. എന്തായാലും നിൽക്കുന്നത് അല്ലേ? നല്ല ഭംഗിയായത് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
രണ്ടും കടി കൊടുത്തു. ഇനി വളരെ കുരു ഉണ്ടോ? കുരുണ്ട്. നമ്മൾ നോക്കിയിട്ട് കുരു കിട്ടിയില്ലേ? അത് ചിലതിനകത്തേ ഉള്ളൂ. എല്ലാവർക്കും കുരു ഇല്ലാന്ന് തോന്നുന്നല്ലേ? അടിപൊളി പഴം കേട്ടോ. അശപ്പ് 3 ലാവാൻ പോകും. നമ്മുടെ ഒരു ലോറി കാഴ്ച വെട്ടമില്ലേ? നോക്കി ഇരുട്ട്. ഒരു ഷാഡോ